ഈ ലഹരിക്കെതിരെയുള്ള അതിശക്തമായ പഞ്ച്, കണ്ണൂരിന്റെ പഞ്ച്, ഈ ലഹരിക്കെതിരെ രാസലഹരിക്കെതിരെയുള്ള അതിശക്തമായ പഞ്ച് ആദ്യപഞ്ചിയുള്ള ഭൂമിയായ ആരാധനായ കണ്ണൂരിന്റെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പഞ്ച് ചെയ്തുകൊണ്ട് തൂഫാൻ പഞ്ച് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ അത് വലിയ ജനകീയ പദ്ധതിയായി മാറിക്കഴിഞ്ഞു. ഇതിനകം തന്നെ 4000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്ത പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ. അക്ഷരാർത്ഥത്തിൽ ലഹരി മാഫിയ സംഘം ഭയന്ന് വിറച്ചു നിൽക്കുന്ന സ്ഥിതി. ഇത്രയും ശക്തമായ ഒരു ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പോലീസ് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ MLA-മാരും അതിൻ്റെ പങ്കാളിത്തം വഹിക്കുകയാണ്. കണ്ണൂരിൽ ഇതിൻ്റെ വേരറുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് കണ്ണൂരിൻ്റെ MLA അഡ്വക്കേറ്റ് ടി.ഒ. മോഹനാണ്. ടി.ഒ. മോഹൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ, ഓരോ ആളുകളും തൂഫാൻ വാരിയർമാരായി മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇത്രയും അതിശക്തമായ ഈ ലഹരി മാഫിയ വിരുദ്ധ പോരാട്ടം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? അപ്പം നമ്മൾ ഈ ലഹരിയെക്കുറിച്ച്, അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച്, സമൂഹത്തിലെ കാർന്നു നിന്ന ഇതിൻ്റെ മൊത്തത്തിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ ഗൗരവപൂർവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഏറ്റവും ഭീതിയോടെയാണ് ആ ചർച്ചകളൊക്കെ നടന്നത്. പക്ഷേ ഫലപ്രദമായ നടപടികൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പലപ്പോഴും കേസുകൾ ചെറിയ ഗ്രാം കൈവശം വെക്കുന്ന ചില ആളുകളെ പിടിച്ച് എന്നതിലപ്പുറത്തേക്ക് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, ആരാണ് ഇതിൻ്റെ വിതരണക്കാർ, മൊത്ത വിതരണക്കാർ, ഈ മാഫിയയുടെ ഏറ്റവും വലിയ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരാണ്, ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോകാറില്ല. നമ്മൾ സാധാരണ റൂട്ടീൻ ഏർപ്പാട് പോലെ കിട്ടിയാൽ അവിടെ പിടിച്ചു, കേസെടുത്തു, അത് പിന്നീട് കാലയവനികൾക്കുള്ളിലേക്ക് പോകുന്നു, അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും കേരളം ഒരു ഉണർന്നെഴുന്നേറ്റ ഒരു പ്രതീതിയാണ്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇടപെടലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത കാലയളവിൽ ഓരോ സ്വാധീനങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഓരോ ചിന്തകളുണ്ടാകും. ചിലതിൽ പ്രതികരിക്കണം, അമിതമായി പ്രതികരിക്കണം എന്ന തോന്നലുണ്ടാകും. അപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയപ്പോൾ മാത്രം ആലോചിച്ച് തുടങ്ങിയതല്ല. അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. അത് അദ്ദേഹം ആകുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും സന്ദർശിച്ച് വലിയ പ്രചരണത്തോടെ ഈ മാരകമായ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരികയും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റുകയും. അപ്പോൾ തൻ്റെ കയ്യിലേക്ക് ആ അധികാരം കൂടി ലഭിച്ചപ്പോൾ ആ അധികാരം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ഫലപ്രദമായി കാണിച്ചു തരുന്ന ഒരു നടപടിയാണിത്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അങ്ങോട്ട് ഇനി ലഹരി വിരുദ്ധ വർഷമായിട്ട്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് മുഴുവനായിട്ട് ലഹരി വിരുദ്ധത്തിന് ഓരോ സമൂഹത്തിലെ എല്ലാ ആളുകളെയും അത് പോരാളികളാക്കി മാറ്റുക. ഒരു കുടുംബത്തിനകത്ത് എത്ര പേരുണ്ടോ എല്ലാവരും ഒന്നിച്ച് ശബ്ദിക്കുന്ന ഒരു കാര്യം, അത് ലഹരിക്കെതിരായിരിക്കണം. പഴയ കാലത്തിൻ്റെ ഒരവസ്ഥ നമുക്കൊക്കെ അറിയാം. പുകവലി ശീലമാക്കിയവരുണ്ട്, അതിനെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട്. മദ്യം ശീലമാക്കിയവരുണ്ട്, അതിനെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഞ്ചാവ് ശീലമാക്കിയവർക്ക് അതിനെതിരെ. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ. പക്ഷേ ഇതെല്ലാം സാധാരണഗതിയിൽ നാച്ചുറലായിട്ടുള്ള സംഗതികളാണ്. നമുക്ക് തുടങ്ങാനും നിർത്താനും ഒക്കെ പറ്റും. പക്ഷേ ഇത് രാസലഹരി എന്ന് പറയുന്നത് അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്മാറ്റമില്ല. അങ്ങനെ അഡിക്റ്റായി നിൽക്കുന്നയാൾ ആ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നു, കുടുംബത്തെ നശിപ്പിക്കുന്നു, ഏറ്റവും വലിയ അക്രമകാരികളായിട്ട് മാറുന്നു. സമൂഹത്തിൽ തെറ്റായ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അവരുൾപ്പെടുന്നു. നമ്മുടെ സാമൂഹ്യ സമാധാനം പൂർണ്ണമായി നശിപ്പിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സമൂഹം ഒന്നാകെ, എല്ലാവരും ആരുടെ വീട്ടിലാണ് എപ്പോഴാണ് എത്തുക എന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഒന്നാകെ ഇറങ്ങി ഈ സാമൂഹ്യ വിപത്തിനെതിരെ അതിശക്തമായി പോരാടുക തന്നെ വേണം. അതിന് ഈ പുതുതായി ചുമതലയേറ്റെടുത്ത ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള, ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ അവതരിപ്പിച്ച ബജറ്റിനകത്ത് ഈ ഓപ്പറേഷൻ തൂഫാന് വേണ്ടി കൃത്യമായി ഫണ്ട് വരെ മാറ്റിവെച്ചു.
കേരളത്തിൻ്റെ നില ഇന്ത്യയിലെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് മാറ്റിവെച്ച ചരിത്രം ഉണ്ടായിട്ട്. അപ്പം ഇത് വലിയൊരു കാര്യമാണ്. സമൂഹം ഒന്നാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി, പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അതിന് ഇന്ന് വലിയ വ്യാപകമായ പ്രചരണത്തോടെ ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, നല്ലൊരു പേരാണ്, നല്ല സമൂഹത്തിൽ ഇതിനെതിരെയുള്ള വലിയൊരു കൊടുങ്കാറ്റ് നമ്മുടെ എല്ലാ തലങ്ങളിലേക്കും മാഞ്ഞു വീശേണ്ട ഒരു ഘട്ടമായിട്ട് എല്ലാവരും കാണണം. ഇതിനെ കൂടെ അണിചേരണം, ആരും മടിച്ചു നിൽക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഈ കണ്ണൂർ ജില്ലാ ആസ്ഥാനം കൂടിയാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മാഫിയ സംഘങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുമുണ്ട്. പക്ഷേ കണ്ണൂർ നഗരത്തെ അതിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ ആശയങ്ങൾ, പദ്ധതികളൊക്കെ MLA എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ പോലീസിനകത്ത് രംഗത്ത് സജീവമായിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പതിവിൽ നിന്നും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മദ്യത്തിൻ്റെ കാര്യം നോക്കലല്ല, മറിച്ച് മയക്കുമരുന്നിനെതിരെ വ്യാപകമാകുന്നതിനെതിരെ അതിൻ്റെ ആളുകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന നിലയിൽ അവരത് മെൻ്റലി കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനെ എല്ലാവരും, പിന്നെ നമുക്കറിയാം, കുട്ടികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൊത്തമായി കേന്ദ്രീകരിച്ച്, തൊഴിലിടങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല മൂവ്മെൻറ്റ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. സമീപ ദിവസങ്ങളിൽ തന്നെ ഈ മേഖലയിലുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ കൂടിച്ചേർന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് കൂടിച്ചേർന്ന് എങ്ങനെ നല്ല ബോധവൽക്കരണ പ്രവർത്തനം, അതുപോലെ തന്നെ ബോധവൽക്കരണ പ്രവർത്തനം ഒരു വശത്ത് തുടങ്ങുമ്പോൾ മറുവശത്ത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ട്, കാരണം ഇത് ഒരു ലഹരിമുക്ത മണ്ഡലം എന്ന ഒരു പേരിലേക്ക് കണ്ണൂർ മണ്ഡലത്തെ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ആത്മാർത്ഥമായി നേതൃത്വം നൽകും. എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഈ ലഹരി പിടിക്കപ്പെട്ടാൽ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് സാധാരണ പോലീസ് പോകാറില്ല എന്നാണ് അതിൻ്റെ നൂലാമാലകൾ. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് പ്രധാനമായും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അവിടത്തേക്ക് ഇതിൻ്റെ അന്വേഷണം പോകാത്തതൊരു വീഴ്ച തന്നെയല്ലേ? മുൻകാലങ്ങളിലെ ആ വീഴ്ച തിരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു പ്രവർത്തനം കൂടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അസംബ്ലിക്കകത്ത് ഇതിൻ്റെ കാര്യമായ ചർച്ചകൾ നടന്നു. നമുക്കറിയാം, ഇതിന് NDPS ആക്ടിനകത്ത് ചില പ്രൊവിഷനുകളുണ്ട്. ആ NDPS ആക്ടിനകത്തുള്ള കയ്യിൽ വെക്കാവുന്ന ക്വാണ്ടിറ്റി സംബന്ധിച്ച്, ആ ക്വാണ്ടിറ്റി സംബന്ധിച്ച് ആ ഉള്ള നിയമത്തിനകത്തുള്ളതിനകത്ത് ചില ലൂപ്പ് ഹോൾസ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ വിതരണക്കാരായ ആളുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ സെൻട്രൽ ആക്റ്റാണ്, അതുകൊണ്ട് നമുക്ക് ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്തു സാധ്യതകൾ ഉണ്ട് എന്നത് ആ കാര്യത്തിൽ പരിശോധിക്കും എന്ന് പറഞ്ഞു. അതായത് 1 കിലോയിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒരു 900 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയുന്നതും കൂടിയാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ നീക്കേണ്ട സമയം അതിക്രമിച്ചു. നീക്കേണ്ട സമയം അതിക്രമിച്ചു. പക്ഷേ അത് സെൻട്രൽ ആക്റ്റാണ്, സംസ്ഥാനത്തിന് അത് അമെൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്താണ് ഇതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നത് നിയമവിദഗ്ധർ ആലോചിക്കും എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയമസഭക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും അത് ഫില്ല് ചെയ്തുകൊണ്ട് ഏറ്റവും സുശക്തമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇത്തരം ആളുകൾ പിറകോട്ട് പോകും. ഇപ്പോഴും നമ്മൾ ആലോചിച്ചാൽ മതി, എത്ര 400-ഓളം ആളുകൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ജയിലടിക്കുള്ളിലായി. ഞാൻ അസംബ്ലിക്കകത്ത് പറഞ്ഞ 2000-ലധികം കേസുകൾ കേരളത്തിൽ മൊത്തം ഈ ചെറിയ 30 ദിവസം ഏകദേശം പ്രതികൾ 3000-ന് മുകളിൽ പ്രതികൾ, 2000-ന് മുകളിൽ ഏകദേശം 3000-ഓളം വരുന്ന കേസുകൾ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ അതൊരു വലിയ ഡ്രൈവാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. അതും കേവലം ഈ മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തിട്ട് കേവലം 1 മാസം പൂർത്തിയായിട്ടേ ഉള്ളൂ. അതിൽ തന്നെ ആദ്യത്തെ 1-2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ആരംഭിച്ചത്. അപ്പോൾ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഇത്ര ആളുകളെ അറസ്റ്റ് ചെയ്യാനും അവരിൽ നിന്ന് പിടിച്ചെടുക്കാനും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഞ്ചാവിനേക്കാളും ഏറ്റവും മാരകമാണല്ലോ MDMA പോലുള്ള രാസലഹരികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉറവിടം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴുള്ളൊരു പ്രശ്നം, ആദ്യഘട്ടങ്ങൾ ചെറിയ ആളുകളെ മാത്രമേ പിടിക്കുന്നു എന്നാണെങ്കിൽ ഇപ്പോഴങ്ങനെ പിടിക്കുമ്പോൾ ആ ആളുകളെ മൊത്തമായി പിടികൂടുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള മാഫിയകൾക്ക് ഈ സാധനം താഴേക്ക് കൊണ്ടുപോകാനോ എത്തിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അവരുടെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ
പിന്നിലെ ഏറ്റവും വലിയ മാഫിയ ആരാണ്, എവിടെ നിന്നാണ് ഇത് എത്തിക്കുന്നത്, ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കും, ഇത് പൂർണ്ണമായി നശിപ്പിക്കും. കേരളം ഒരു നർക്കോട്ടിക് ഫ്രീ സ്റ്റേറ്റായിട്ട് മാറാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തും എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. ആ നയത്തോടൊപ്പം ആത്മാർത്ഥമായി ചേർന്ന് നിന്നുകൊണ്ട് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനതയെയും അതിൻ്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഏറ്റവും നന്നായി ആക്ഷൻ പ്ലസ് ബോധവൽക്കരണം. എല്ലാവരും തൂഫാൻ വാരിയേഴ്സായി മാറേണ്ട ഘട്ടം. തീർച്ചയായിട്ടും അതും ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് തൂഫാൻ വാരിയർ സമൂഹം ഇവിടെ കേരളത്തിൽ ആ തൂഫാൻ ആദ്യത്തെ തൂഫാൻ വാരിയർ ഏറ്റവും നല്ല മലയാളികളുടെ പ്രിയപ്പെട്ട താരം ശ്രീ മോഹൻലാലാണ്. അതിനുശേഷം ഓരോ ആളുകളെയും കണ്ടെത്തി അവരൊക്കെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് പ്രമുഖരായ ആളുകൾ ഫോൺ വിളിച്ച് എന്നെയും കൂടി അതിനകത്ത് അണിചേർക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് ഈ മൂവ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വമേധയാ എല്ലാവരും വരുന്നു, അല്ലാത്ത ആളുകളെ ചേർക്കുന്നു. അങ്ങനെ കേരളം ആ നിലയിൽ ലഹരി മുക്ത സംസ്ഥാനമായിട്ട് മാറ്റാനുള്ള പ്രവർത്തനമാണ്. ലഹരി നമ്മുടെ ഭാഗത്തുനിന്ന് ഒഴിവാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗുണഫലം നമ്മളെ അടുത്ത ജനറേഷനാണ്. അത്തരം താല്പര്യം ലഹരി നമുക്ക് ഇതിനോട് വേണ്ട, കലയോടാവാം, കായിക മേഖലയോടാകാം, അവർക്കിഷ്ടമുള്ള അങ്ങനെയുള്ള മേഖലകളിലേക്ക്, സാഹിത്യ മേഖലയിലാവാം, അങ്ങനെയുള്ള മേഖലകളിലേക്ക് അവരെ കൊണ്ടുവന്ന്. കാരണം അങ്ങനെ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായിരിക്കുന്നവരുടെ മൊത്തം കാര്യങ്ങൾ പരിശോധിച്ചാൽ ചില ആളുകളൊക്കെ സൂപ്പർ ബ്രൈറ്റാണ്. അപ്പോൾ അങ്ങനെ അതിബുദ്ധിമാന്മാരായ ആളുകൾ ഉൾപ്പെടെയുണ്ട് കുട്ടികളൊക്കെ. അപ്പോൾ പഠനകാലത്ത് എങ്ങനെയെങ്കിലും യാദൃച്ഛികമായി ഇതിന് അഡിക്റ്റായി പോകും, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ശീലിച്ച് പിന്നെയാണ് മാറുന്നത്. അപ്പോൾ ആ മേഖലയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവന്ന് അത്തരം ആളുകളെ ഈ നാടിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പാകത്തിൽ അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരാൻ വരെ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈവ് തന്നെയാണ് ഈ കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഈ വലിയ മൂവ്മെൻറ്റിനകത്ത് എല്ലാവരും അണിചേരണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതിശക്തമായ നടപടികളാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഓരോ MLA-മാരും. അക്കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന് അനിവാര്യമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഓരോ ആളുകളും പങ്കാളികളാകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ഈ ലഹരി മാഫിയ സംഘങ്ങളെ വാഴാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തിന് കണ്ണൂരും അണിചേരുകയാണ്. കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കും. കണ്ണൂരിനെ ലഹരിമുക്ത മണ്ഡലമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും എന്നാണ് MLA അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നമുക്കും അണിചേരാം. അതിൻ്റെ പ്രതിജ്ഞയാകട്ടെ ഈ ലോക ലഹരി വിരുദ്ധ ദിനം എന്നുകൂടി ആശംസിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.